സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. കോടഞ്ചേരിയിലെ വിവാദ കല്യാണം ലവ് ജിഹാദ് അല്ലേ? CPM പറഞ്ഞെങ്കിൽ അംഗീകരിക്കണം. കാരണം ലവ് ജിഹാദിനെ കുറിച്ച് അവർക്ക് നല്ല നിശ്ചയമുണ്ട്. CPM വിവക്ഷിച്ച തരത്തിലുള്ള ലവ് ജിഹാദ് അല്ല ഇത്. എന്ന് വെച്ചാൽ മതം മാറ്റാനോ തീവ്രവാദ ലക്ഷ്യങ്ങളിൽ പങ്കാളിയാക്കാനോ ഉദ്ദേശിച്ചുള്ളതല്ല. അതുപോലെ പോരാട്ട മേഖലയിലെ തീവ്രവാദികൾക്ക് സ്ത്രൈണാശ്വാസമായി വിദേശത്തേക്ക് അയക്കാൻ ലക്ഷ്യമിട്ട് നടത്തിയതുമല്ല. ഇത്രയും മാത്രം ആർക്കും വിശ്വസിക്കാം. ഇക്കാര്യത്തിൽ യുവതിയുടെ പിതാവിനും കുടുംബാംഗങ്ങൾക്കും തർക്കമില്ല. അവരും ലവ് ജിഹാദിനെ തീവ്രവാദവുമായി കൂട്ടിക്കെട്ടുമെന്ന ഭയത്താൽ പറയുന്നു, ഇത് ലവ് ജിഹാദ് അല്ല, തട്ടിയെടുക്കലാണ്. അതെ, ഇതു തീവ്രവാദത്തിന് കൊണ്ടുപോകാനുള്ള പ്രണയക്കെണിയല്ല. പക്ഷേ തനിക്ക് ലഭിക്കാൻ മറ്റു വിധത്തിൽ സാധ്യതയില്ലാത്ത ഒരു ക്രൈസ്തവ യുവതിയെ മുസ്ലിം സഖാവ് തനത് കുടില തന്ത്രത്തിലൂടെ തട്ടിയെടുത്തതാണ് എന്ന ആരോപണം അപ്പോഴും നിലനിൽക്കുന്നു. എങ്ങനെയോ തട്ടിയെടുത്തതാണെന്ന തികഞ്ഞ ബോധ്യം CPM മുൻ MLA ജോർജ് M. തോമസിനും ഉണ്ടായിരുന്നു. ആ ബോധ്യമാണ് മറ്റൊന്നും ചിന്തിക്കാതെ അദ്ദേഹം ആദ്യം പ്രകടിപ്പിച്ചത്. ഇത്ര കുറഞ്ഞ ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു പ്രണയം എന്ന പതിഞ്ഞ ചോദ്യത്തിലൂടെ അദ്ദേഹം അത് ആദ്യമേ സൂചിപ്പിക്കുകയും ചെയ്തു. പക്ഷേ തന്നെ നിയന്ത്രിക്കുന്ന ചരടുകളും തന്നെ ഭയപ്പെടുത്തുന്ന കരങ്ങളും അദ്ദേഹത്തെ വിറപ്പിച്ചു. അതോടെ അദ്ദേഹം പിൻവലിഞ്ഞു, പറഞ്ഞത് തിരുത്തി. ലവ് ജിഹാദ് എന്ന വ്യാഖ്യാനത്തെ പഴിച്ച് യഥാർത്ഥ പ്രശ്നത്തിൽ നിന്നും പിൻവാങ്ങി. ലവ് ജിഹാദ് എന്ന വാക്പ്രയോഗം മറയാക്കിയ അദ്ദേഹമോ CPM ഒളിച്ചു കളിച്ചാലും മുസ്ലിം സഖാവിന്റെ കുടിലത എന്ന ആരോപണം നീങ്ങിപ്പോകുന്നില്ല. CPM അതിന്റെ എത്ര ഉന്നതനായ നേതാവിനോ അത് പറഞ്ഞു തള്ളാനാവില്ല. കാരണം സംഭവിച്ചത് അത്രയ്ക്ക് അവിശ്വസനീയമായ കാര്യമാണ്. സൗദി അറേബ്യയിൽ ജോലിയുള്ള യുവതി നാട്ടിൽ വന്നപ്പോൾ അവളുടെ ഇഷ്ടപ്രകാരം 5 വർഷമായി സ്നേഹത്തിലുള്ള യുവാവുമായി മാതാപിതാക്കൾ അവളുടെ വിവാഹം തീരുമാനിക്കുന്നു. ഇതിനിടെ ഒരു ദിവസം തനിക്ക് കിട്ടാനുള്ള പണം തിരികെ തരാൻ യുവതി ആരോടോ ഫോണിൽ സംസാരിക്കുന്നത് വീട്ടിലുള്ളവർ കേട്ടറിയുന്നു. പണം തിരിച്ചു വാങ്ങാൻ ആ ആൾ നിർദ്ദേശിച്ചതനുസരിച്ച് ആളിന്റെ അടുത്തേക്ക് യുവതി തനിയെ പോകുന്നു. അത് വീട്ടുകാരെ സംബന്ധിച്ച് ഉരുപ്പോക്കായി മാറുന്നു. പിന്നീട് അവളെ കുറിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല. അന്വേഷണത്തിനൊടുവിൽ എന്നെ ഇവിടുന്ന് വിടുന്നില്ല എന്ന് മറ്റൊരാളുടെ ഫോണിലൂടെ പിതാവിനോട് പറയുന്നു. അതോടെ ബന്ധം മുറിയുന്നു. മകൾ തട്ടിയെടുക്കപ്പെട്ടു എന്ന പരിഭ്രാന്തിയോടെ പിതാവ് വിവരം അറിയിച്ചത് പ്രകാരം ക്രൈസ്തവ സംഘടനകളും ഇടവകയിലെ വൈദികനും സംഘടിതമായി പ്രതിഷേധിക്കുന്നു. ഈ സംഭവത്തിൽ പ്രതിഷേധിച്ചവർക്ക് പിശക് പറ്റിയോ? പ്രതിഷേധാക്കൾ പെൺകുട്ടിയുടെ പിതാവിനെ വിശ്വസിച്ചു. തൻ്റെ മകളെ ഒരുവൻ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നെന്ന ഹൃദയം പൊട്ടിയുള്ള വിലാപത്തെയും. പക്ഷേ തന്നെ ആരും തട്ടിയെടുത്തതല്ലെന്നും സ്വന്തം ഇഷ്ടത്താൽ ചെറുപ്പക്കാരനൊപ്പം പോയതാണെന്നും തങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന് യുവതി കോടതിയെ ധരിപ്പിക്കുന്നു. ജന്മം നൽകി വളർത്തിയെടുത്തവരോട് ഒരു മകൾക്ക് ചെയ്യാവുന്ന കൊടും പാതകം. അതോടെ കഥ മാറി. പിതാവിന്റെ വിലാപം വിശ്വസിച്ചുള്ള പ്രതിഷേധ മുറകൾ പാഴായി, പരിഹാസ്യമായി. നിയമപരമായ പ്രതിരോധം അവിടെ അവസാനിക്കുന്നു. അതായത് യുവതി തൻ്റെ പിതാവിനെയും വീട്ടുകാരെയും അതിനീചമായി വഞ്ചിച്ചതിൻ്റെ അടയാളം മാത്രം അവശേഷിക്കുന്നു. ശരിക്കും അവൾ തൻ്റെ നാട്യം വഴി പിതാവിനെ അതിനിന്ദ്യമായി വഞ്ചിക്കുകയായിരുന്നോ? ഫോണിലെ ശബ്ദവും കോടതിയിലെ മൊഴിയും പരിഗണിച്ചാൽ വഞ്ചനയുടെ ചിത്രമേ തെളിയുന്നുള്ളൂ. അതിനുശേഷം ചാനലുകളിൽ അവർ പറഞ്ഞ ന്യായം കണക്കിലെടുത്താലും തെളിയുന്നത് വഞ്ചന. തൻ്റെ തീരുമാനം പിതാവിനോട് പറയാൻ തക്ക മാനസികാവസ്ഥ ഇല്ലാതിരുന്നു കൊണ്ടാണത്രേ അവർ തന്നെ വിടുന്നില്ല എന്ന് പറഞ്ഞത്. എങ്ങനെ ആ യുവതി അത് പറഞ്ഞു? നേരിട്ട് കാണാത്ത ഒരു ചെറുപ്പക്കാരൻ ഏതോ ക്ഷുദ്ര മനസ്സിന്റെ സഹായത്തോടെ യുവതിയെ വശ്യശക്തിയാൽ കീഴ്പ്പെടുത്തിയ കഥയാണോ ഇത്? ആണെങ്കിൽ ആരാണ് ആ ക്ഷുദ്ര സഹായി? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സത്യം ഇനിയും നിഗൂഢമായിരുന്നാലും പ്രിയപ്പെട്ടവരുടെ വിശ്വാസങ്ങളും പ്രതീക്ഷകളും ഒരു യുവതി തരിപ്പണമാക്കി. അവരുടെയെല്ലാം ചങ്കും തകർത്തു കളഞ്ഞു. ആ പിതാവിനും സ്വജനത്തിനും വിശ്വസിക്കാനാവുന്നില്ല അതൊരു യഥാർത്ഥ ബന്ധമാണെന്ന്.
മകൾ കെണിയിലാക്കപ്പെട്ടെന്ന് കരുതാനേ ഇപ്പോഴും അവർക്ക് കഴിയുന്നുള്ളൂ. ആർക്കും അതേ കഴിയുന്നുള്ളൂ. കാരണം സംഭവിച്ചതെല്ലാം വിചിത്രമായ കാര്യങ്ങൾ. ആ യുവാവുമായി യുവതിക്ക് 6 മാസത്തെ പരിചയബന്ധം ഉണ്ടായിരുന്നു എന്നാണ് ആദ്യം കേട്ടത്. എന്നാൽ ഒരു ചാനലുമായുള്ള സംഭാഷണത്തിൽ തങ്ങളുടെ പരിചയം 3-4 മാസത്തേതെന്ന് പറഞ്ഞു തുടങ്ങിയ യുവതി പെട്ടെന്ന് തന്നെ 2-3 മാസം എന്ന് തിരുത്തുന്നു. ചുരുക്കത്തിൽ അതിശയകരമായ വിധം ചുരുങ്ങിയ നാളുകളിലെ പരിചയത്തിന്റെ പേരിലാണ് പോലും യുവതി പണം കൊടുത്തത്. അത് തിരിച്ചു വാങ്ങാൻ യുവാവിന്റെ അടുത്തേക്ക് തനിയെ ഒരു യാത്ര. അതോടെ 5 വർഷത്തെ സ്നേഹബന്ധവും നിശ്ചയിച്ച വിവാഹവും ഉപേക്ഷിക്കുന്നു. ഇത് സ്വാഭാവികമല്ലെന്ന് ജോർജ് എം തോമസ് തന്നെ വിശ്വസിക്കുന്നെന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണത്തിൽ സൂചന. ഇതിനു മുമ്പ് 2 ക്രൈസ്തവ പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്താൻ ശ്രമിച്ചവനാണ് CPM ഇപ്പോൾ സംരക്ഷിക്കുന്ന മുസ്ലിം സഖാവ് എന്ന വാർത്ത കൂടി കണക്കിലെടുക്കുമ്പോൾ ക്രൈസ്തവർക്കിത് അവഗണിച്ചു കളയാവുന്ന കാര്യമല്ല. എന്തുകൊണ്ട് ഇത്ര ചുരുങ്ങിയ പരിചയത്തിൽ യുവതി ഒരു യുവാവിന് പണം കൊടുത്തു? എന്തുകൊണ്ട് അത് തിരിച്ചു വാങ്ങാൻ തനിയെ യുവാവിന്റെ അടുത്തേക്ക് അവൻ പറഞ്ഞയുടൻ അവൾ ഇറങ്ങി പുറപ്പെട്ടു? എന്തുകൊണ്ട് ആ ഒറ്റ സന്ദർശനത്തിൽ മറ്റെല്ലാ കുടുംബത്തെയും 5 വർഷത്തെ പ്രണയത്തെയും നിശ്ചയിച്ച വിവാഹത്തെയും മറ്റെല്ലാ ബന്ധങ്ങളും സന്തോഷങ്ങളും അവൾ തള്ളിപ്പറഞ്ഞു? ഇതൊരു നീചമായ ബ്ലാക്ക് മെയിലിംഗിന്റെ കരിംഭീഷണിയുടെ കഥയാണോ? ആണെങ്കിൽ എന്തു ഭീഷണിയാണ് പ്രയോഗിക്കപ്പെട്ടത്? ഒരു പക്ഷേ യുവതിയുടെ ഭാവി ജീവിതം തകർക്കാവുന്ന വല്ല ചിത്രവും തെളിവുകളുമോ? അതിനിടയാക്കിയ വല്ല ചതിയിൽപ്പെടുത്തലോ? പുറത്തു പറയാൻ കഴിയാത്തത്ര കീഴ്പ്പെടുത്തലാണോ അത്? മുമ്പോ അപ്പോഴോ ഒരുക്കപ്പെട്ട കെണിയിൽ യുവതി കുടുങ്ങിയതോ? ആര് നിഷേധിച്ചാലും യാഥാർത്ഥ്യമെന്ന് ഏറെ പേരും അറിയുന്ന ആഭിചാര വശ്യവിദ്യകളാലോ? എന്തു തന്നെയായാലും നീചമായ ക്രിയയിലൂടെ യുവതിയെ കുടുക്കിലാക്കിയ നെറികെട്ട കൃത്യമെന്നേ സ്വാഭാവികമായി ആർക്കും സങ്കല്പിക്കാനുള്ളൂ. അത് ചെയ്യാൻ മടിക്കാത്തവനാണ് കുറ്റമറ്റ പ്രണയിനിയായി CPM പറയുന്ന യുവാ സഖാവ് എന്ന് എല്ലാവരും ധരിച്ചിരിക്കുന്നു. പക്ഷേ CPM-ന് മാത്രം ആ അറിവില്ല. അറിഞ്ഞവരുടെ നാവ് അനങ്ങുന്നില്ല. യഥാർത്ഥത്തിൽ ഇപ്പോൾ യുവാവിനെയും ഒപ്പം കൂടിയ യുവതിയെയും സംരക്ഷിക്കുന്നത് പാർട്ടിയോ തീവ്ര മത സങ്കേതങ്ങളോ? അതിന്റെ യാഥാർത്ഥ്യം കേരളം ഇനിയും അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇതാണ് സംഭവിച്ചതെങ്കിൽ യുവതിയെ തീവ്രവാദിയാക്കിയില്ല എന്നതൊഴിച്ചാൽ ലവ് ജിഹാദ് എന്ന വാക്പ്രയോഗത്തിൽ വിവക്ഷിതമാകുന്ന എല്ലാ നീച ഘടകങ്ങളും ഇതിലും അടങ്ങിയിട്ടുണ്ട്. ഇത് ചൂണ്ടിക്കാട്ടുന്നവരെ ഭയപ്പെടുത്തി നിശബ്ദരാക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ CPM-നെ ഭയപ്പെടുത്താൻ ഇസ്ലാമിക ശക്തികൾക്ക് കഴിയും. അതിന്റെ തെളിവ് ജോർജ് എം തോമസിനെതിരെ നടപടിയെടുക്കണമെന്ന കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ ഘടകങ്ങളുടെ ആവശ്യത്തിലൂടെ പുറത്തു വന്നു കഴിഞ്ഞു. പാർട്ടിക്കുള്ളിൽ ക്രൈസ്തവരുടെ വികാരം സ്വാഭാവികമായി പ്രകടിപ്പിച്ച ക്രൈസ്തവ നാമമുള്ള നേതാവിനെ ഭയപ്പെടുത്താനും നിശബ്ദനാക്കാനുമുള്ള മതശക്തിയുടെ ശ്രമം. അതിലവർ തൽക്കാലം വിജയിക്കും. കാരണം അതാണ് CPM-ന്റെ യഥാർത്ഥ അവസ്ഥ. അവർക്ക് ഇസ്ലാം പ്രീണനമെന്ന വടക്ക് ദിക്കിലേക്ക് മാത്രമേ നോക്കി നിൽക്കാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. കോടഞ്ചേരിയിലെ ദുരന്തം ക്രൈസ്തവർക്ക് നൽകുന്ന വലിയ പാഠം ചർച്ചകളുടെ ബഹളത്തിൽ മുങ്ങിപ്പോകരുത്. തങ്ങൾ എങ്ങനെയും ആരാലും വഞ്ചിക്കപ്പെടാമെന്ന പാഠം. ചുവട് പിഴച്ചാൽ സ്വന്തം പെൺമക്കളാൽ പോലും. പക്ഷേ സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആരെങ്കിലും സഭാജീവിതവും മാതാപിതാക്കളെയും ഉപേക്ഷിച്ച് വിവാഹിതരായാൽ അവരെ അവരുടെ വഴിക്ക് വിടാനേ കഴിയൂ. അതാണ് രക്ഷാകർത്താക്കളുടെ നിസ്സഹായത. മനസ്സ് വഴങ്ങുമെങ്കിൽ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. ഇനിയെങ്കിലും തന്നെ വശീകരിച്ചവൻ കെണിയാണോ തുണയാണോ എന്നറിയാതെ ഇറങ്ങി പുറപ്പെടുന്ന അവസ്ഥയിലേക്ക് മറ്റു പെൺകുട്ടികളെങ്കിലും നിബന്ധിക്കാതെ ക്രൈസ്തവർ മുൻകൂർ കാക്കുക. ഏതു കുടുംബത്തിലും സംഭവിക്കാവുന്നത് എന്നോർത്ത് ജാഗ്രത പാലിക്കുക. ലവ് ജിഹാദ് എന്ന പേര് മാത്രം എടുത്തുള്ള നാടകം കളി CPM നേതാക്കൾ തുടരും. ഒരു മതകാമുകന്റെയും പ്രണയക്കെണിയെയും പ്രണയദുഷ്ടതയെയും അവർ എതിർക്കാനോ മാറ്റി നിർത്താനോ പോകുന്നില്ല. ആ പാർട്ടിയിൽ കയറി കൂടിയിരിക്കുന്ന ചെറുപ്പക്കാരിൽ പലരും
കമ്മ്യൂണിസ്റ്റ് വ്യക്തിത്വത്തെക്കാൾ തീവ്ര മതപൗരത്വം മുഖ്യമായി കാണുന്നവരാണെന്ന സത്യം കേരളം മനസ്സിലാക്കിയതാണ്. കോടഞ്ചേരിയിലേത് മതകാമുകനാണെന്ന് തെളിഞ്ഞിട്ടില്ല. തൽക്കാലം അത് രാഷ്ട്രീയക്കാരനായ കാമുകനാണ്. എന്നാൽ എന്നെങ്കിലും ആ കാമുകനിലെ മതവാദി രാഷ്ട്രീയവാദിയെ തള്ളിപ്പറഞ്ഞ് തനി നിറം കാട്ടുമോ എന്ന് അറിയില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയാം. തന്നെ ആരും മതം മാറ്റുന്നില്ല, തൻ്റെ വിശ്വാസമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് യുവതി പറഞ്ഞു കേട്ട് മറ്റു ക്രൈസ്തവ പെൺകുട്ടികൾ വഞ്ചിതരാകരുത്. അത്തരം സ്വാതന്ത്ര്യങ്ങളുടെ അല്പായുസിന് ശേഷം ഉയർന്ന പെൺവിലാപങ്ങൾ കേരളത്തിൽ ഇപ്പോഴും നിലച്ചിട്ടില്ല. കുടുംബത്തെ ക്രൂരമായി വഞ്ചിച്ച് ലോകമോഹത്തിനായി സഭാജീവിതവും ക്രിസ്തുമാർഗവും ഉപേക്ഷിക്കുന്ന വ്യക്തിയിൽ എന്തുതരം വിശ്വാസമാണ് അവശേഷിക്കുന്നത് എന്നതിനെ സാക്ഷാൽ ക്രിസ്തുവും ആ വ്യക്തിയും മാത്രമാണ് സാക്ഷികൾ. ക്രൈസ്തവർ ഇനിയെങ്കിലും സ്വന്തം പിഴ തിരുത്തണം. ക്രിസ്തു അല്ലാതെ, ദൈവപുത്രനായ യേശു അല്ലാതെ രക്ഷകനില്ലെന്ന് ലജ്ജിക്കാതെ അവർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കപട മതസാഹോദര്യമല്ല, ദൈവവചനമാണ് അവരെ ഗ്രഹിപ്പിക്കേണ്ടത്. അരാജക അവിശ്വാസവാദികൾ ഒഴുക്കുന്ന മിശ്ര വിവാഹ പുരോഗമന പോഴത്തമല്ല, ക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ അനന്യതയാണ് കുട്ടികളുടെ ഹൃദയത്തിലും ബുദ്ധിയിലും ഉറപ്പിച്ചു കൊടുക്കേണ്ടത്. ജാഗ്രത പുലർത്തിയാൽ പോലും കെണിയിലാക്കാൻ പൈശാചിക വിദ്യകൾ പ്രയോഗിക്കുന്ന പുഞ്ചിരിക്കുന്ന വഞ്ചകരെയും മതകാമുകന്മാരെയും കുറിച്ച് വ്യക്തമായ ധാരണ കൊടുക്കണം. അടുക്കാൻ പാടില്ലാത്തവരോട് അടുത്തുകൂടാ എന്ന് താക്കീത് പോലെ ബോധ്യപ്പെടുത്തണം. സ്നേഹം നടിച്ച് അവർ ഓതിത്തരാൻ പോകുന്ന വികല വിശ്വാസത്തെയും തിരിച്ചറിയാൻ പഠിപ്പിക്കണം. ക്രിസ്തു വിരുദ്ധമായ വിശ്വാസം പറഞ്ഞു തുടങ്ങുന്നവർക്ക് ചെവി കൊടുക്കാൻ പോലും പാടില്ലെന്ന പാഠവും അവരിൽ ഉറപ്പിക്കണം. ഇതൊക്കെ അവഗണിച്ച ബുദ്ധിനാട്യത്തിന്റെ ഫലമാണ് കേരളത്തിൽ നിന്നും തീവ്രവാദി വധുക്കളായും ഉപനാരികളായും ഒക്കെ മാറ്റിയെടുക്കപ്പെട്ട പെൺകുട്ടികൾ. ക്രൈസ്തവർ വിശ്വാസത്തിൽ മാന്യം വരുത്തി മക്കളുടെ കാര്യത്തിൽ പുലർത്തിയ അതിരുവിട്ട ലൗകിക മഹത്വകാംക്ഷയ്ക്ക് ഈ ദുരന്തകാലത്തിൽ പങ്കുണ്ട്. കല്ലറങ്ങാട്ട് പിതാവ് സൃഷ്ടിച്ച ഉണർവ് നിലനിർത്താൻ ക്രൈസ്തവർക്ക് കഴിയുന്നുണ്ട് എന്ന ചോദ്യമുയരുന്നു. വിവാദ സംഭവത്തിൽ ഏറ്റവും നീചമായ നീക്കം കണ്ടത് ചില ചാനലുകളിലാണ്. പ്രണയവിവാഹിതരെ ആക്രമിക്കാൻ ക്രൈസ്തവ സമുദായ സംഘടനകൾ തുനിഞ്ഞുപോലും. തന്നെ വിട്ടയക്കുന്നില്ലെന്ന യുവതിയുടെ വാക്കുകൾ വിശ്വസിച്ച പിതാവാണ് മകളെ രക്ഷിക്കാൻ ഇടപെടൽ തേടിയത്. അപ്പോഴാണ് സംഘടനകൾ രംഗത്തെത്തിയത്. അതിന്റെ ഉത്തരവാദികൾ യുവതിയും ചെറുപ്പക്കാരനുമാണ്. അവരുടെ വഞ്ചനയെ ചോദ്യം ചെയ്യാതെ മകളെ രക്ഷിക്കാൻ വഴി തേടിയ പിതാവിനെയും സഹായത്തിനെത്തിയവരെയും അവഹേളിക്കുന്ന ചാനലുകളും അവതാരകരും സമൂഹ നിരീക്ഷക വേഷക്കാരും പറയുന്ന വിഡ്ഢിത്തത്തെ ക്രൈസ്തവരും അവരുടെ സംഘടനകളും ഉച്ചിഷ്ടം പോലെ തള്ളിക്കളയട്ടെ. സത്യം തിരിച്ചറിയാൻ തയ്യാറല്ലെന്ന് വ്രതമെടുത്തവരെയും അവരർഹിക്കുന്നിടത്തേക്ക് അവഗണിച്ചു തള്ളാം. പഴയ ഉടമ്പടിയിലെ മക്കബായരുടെ 2-ാം പുസ്തകം അധ്യായം 6-ൽ എലയാസർ എന്നൊരു കഥാപാത്രമുണ്ട്. വയോധികനായിരുന്ന ഇസ്രയേലി നിയമജ്ഞൻ. കോൺഗ്രസിലെ പ്രൊഫസർ KV തോമസിന്റെ വിവാദ നടപടി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഓർമ്മ വരുന്നത് എലയാസറിനെയാണ്. ഒരു ചെറിയ നിമിഷം കൂടി ജീവിക്കാൻ വേണ്ടി നിശ്ചിത മാംസം ഭക്ഷിക്കാനോ ഭക്ഷിക്കുന്നതായി അഭിനയിക്കാനോ തയ്യാറല്ലെന്ന് പറഞ്ഞ് യവനരുടെ പീഡനയന്ത്രത്തെ ധീരതയോടെ നേരിട്ട രക്തസാക്ഷി. 96-ാം വയസ്സിൽ താൻ മതം മാറിയെന്ന് ചെറുപ്പക്കാർ വിചാരിക്കാനോ അങ്ങനെ അവരെ വഴിതെറ്റിക്കാനോ തൻ്റെ വാർദ്ധക്യത്തെ പങ്കിലവും അവമാനിതവുമാക്കാനോ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചവൻ. എലയാസറെ ഓർത്താൽ അറിയാതെ ചോദിച്ചു പോകും, വിശ്വാസത്തിനു വേണ്ടി ജീവൻ അർപ്പിച്ച ആ വയോധികൻ എവിടെ? നല്ല കാലത്തോളം നിരവധി അധികാര പദവികളും പ്രൗഢികളും അനുഭവിച്ചിട്ടും മതി വരാത്ത ഇന്നത്തെ നേതാക്കൾ എവിടെ? വാർദ്ധക്യം സമീപിക്കുമ്പോഴും എല്ലാം ആസ്വദിക്കാനുള്ള മോഹത്തിൽ പാർട്ടിയുടെ വിശ്വാസ പ്രമാണങ്ങളെ ഒറ്റുകൊടുക്കുന്നവരെവിടെ? അത്തരക്കാർക്ക് പറയാൻ ന്യായങ്ങൾ പലതും ഉണ്ടാകാം. പാർട്ടി നേതൃത്വം അപമാനിച്ചു, അവഗണിച്ചു, പ്രതികാരബുദ്ധി കാട്ടി എന്നിങ്ങനെ പലതും. പക്ഷേ ചെറുപ്പക്കാർക്കോ മറ്റാർക്കെങ്കിലുമോ പറഞ്ഞ് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും മാതൃകയാണോ
തങ്ങൾ കാട്ടിയതെന്ന ചോദ്യം അവരുടെ മുമ്പിൽ തന്നെ സദാ ഉണ്ടാകും. എന്തു മാതൃക, എനിക്കിപ്പോൾ വലുത് കൈവരാനുള്ള നേട്ടങ്ങൾ മാത്രമാണ് എന്ന് അവരുടെ ഉച്ഛ്വാസവായു നിശബ്ദം പരിഹസിക്കുന്നുണ്ടാകാം. ഇപ്പോഴിതേക്കുറിച്ച് പറയേണ്ടി വരുന്നതിൻ്റെ കാരണം അറിയാത്തവരില്ല. കോൺഗ്രസിലെ നേതൃപദവികളും അതുവഴി മന്ത്രിപദമടക്കം അധികാര പദവികളും ആസ്വദിച്ചതും മറന്ന് പാർട്ടിയുടെ ക്ഷീണകാലത്ത് ഇല്ലാത്ത ന്യായം കണ്ടെത്തി പാർട്ടിയെ ധിക്കരിക്കുന്ന പ്രവണത. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയെങ്കിൽ പദവിയില്ലാതെ 6 മാസം പോലും കഴിയുന്നത് സഹിക്കാനാകാതെ ഏത് തള്ളിപ്പറച്ചിലിനും തയ്യാറാകുന്ന പ്രവണത. സ്വന്തം പാർട്ടി നേതൃത്വത്തിന്റെ വിലക്കു ലംഘിച്ച് സംസ്ഥാനത്തെ മുഖ്യ എതിരാളി പാർട്ടിയുടെ പരിപാടി കൊഴിപ്പിക്കാൻ പോകുന്നതിന്റെ ലക്ഷ്യം അക്കാദമികമെന്ന്, പഠനപരം മാത്രമെന്ന് ആരെയാണ് ബോധ്യപ്പെടുത്തുക? ആരുടെയും സാമാന്യ രാഷ്ട്രീയ ധർമ്മ സദാചാര ബോധം അത് അംഗീകരിക്കില്ല. CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് അവതരണം നടത്താൻ കോൺഗ്രസ് നേതാവ് ക്ഷണിക്കപ്പെട്ടെങ്കിൽ അത് പാർട്ടിയിലെ മേൽവിലാസത്തിന്റെ പേരിൽ തന്നെയാണ്. അതിന് വ്യക്തിബന്ധം കാരണമായിരിക്കാം. എന്നാൽ ആ വ്യക്തിബന്ധം പോലും കോൺഗ്രസ് നൽകിയ രാഷ്ട്രീയ പദവിയാൽ ഉണ്ടായതാണല്ലോ. അദ്ദേഹത്തിന്റെ പേര് കണക്കിലെടുത്ത് നടത്തിയ രാഷ്ട്രീയ അഭ്യാസം, അതാണ് CPMന്റെ ക്ഷണമെന്ന് ചിന്തിക്കാൻ ഏറെ ബുദ്ധി വേണ്ട. കോൺഗ്രസ് നേതാവ് തങ്ങളുടെ പരിപാടിക്കെത്തിയതിനെ ധീരത എന്നാണ് CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണൻ വിശേഷിപ്പിച്ചത്. ഇതേ ധീരത CPM നേതൃത്വത്തെ ധിക്കരിച്ച് ഒരു CPM നേതാവ് കാട്ടിയെന്ന് വെക്കുക. ആ നേതാവ് കോൺഗ്രസിന്റെ ക്ഷണപ്രകാരം അവരുടെ പരിപാടിയിൽ പങ്കെടുത്തെന്ന് വെക്കുക. ആ ധീരതയ്ക്ക് എന്ത് സമ്മാനമായിരിക്കും കോടിയേരിയുടെ പാർട്ടി കൊടുക്കുക? ആ നേതാവ് പിന്നെ ആരോഗ്യത്തോടെ ജീവിക്കുമെന്ന് വല്ല ഉറപ്പും ആർക്കെങ്കിലും ഉണ്ടാകുമോ? CPM ചെയ്തത് ആ പാർട്ടിയുടെ സാമർത്ഥ്യമെന്ന് അംഗീകരിക്കാം. പക്ഷേ നേതാവ് തന്റെ പാർട്ടിയോട് ചെയ്തത് സാമർത്ഥ്യമല്ല, രാഷ്ട്രീയ സദാചാരവുമല്ല, ഏതെങ്കിലും നേതാവിനെ അഭിമാനത്തോടെ പറയാവുന്ന മാതൃകയുമല്ല. നേതൃത്വത്തെ ധിക്കരിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ട് താൻ പാർട്ടിയിൽ തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നത് യഥാർത്ഥ കൂറാണെന്ന് അദ്ദേഹം പോലും അവകാശപ്പെടാനിടയില്ല. കോൺഗ്രസ് തനിക്കെതിരെ നടപടിയെടുക്കുന്നെങ്കിൽ അത് അവസരമാക്കി പുറത്തു കടക്കാമെന്ന് കണക്കാക്കിയുള്ള നാടകമെന്നേ ആരും ചിന്തിക്കൂ. ഒരു വേള പുറത്താക്കലില്ലെങ്കിൽ സമ്മർദ്ദശേഷി കൂട്ടാമെന്നും കരുതുന്നുണ്ടാകാം. പദവികൾ ആയുഷ്കാലത്തേക്ക് പതിച്ചു കിട്ടിയില്ല എന്നതിന്റെ പിണക്കത്തിൽ പാർട്ടി നേതൃത്വം തന്നെ അവഗണിച്ചു, അപമാനിച്ചു എന്നൊക്കെ ആരോപിക്കുന്നതിൽ എന്തു ശരിയാണുള്ളത്? നിരവധി പദവികളിൽ അവരോധിച്ച് വലുതായ മാനവും അഭിമാനവും മറ്റു നേട്ടങ്ങളും സമ്മാനിച്ചത് പാർട്ടിയാണെങ്കിൽ താൽക്കാലികമായ അപമാനത്തിന്റെയോ അവഗണനയുടെയോ നാളുകളിൽ അച്ചടക്കത്തോടെ വിധേയപ്പെടാനുള്ള ഉത്തരവാദിത്വവും നേതാക്കൾക്കില്ലേ? ഒരു കാര്യം വ്യക്തം, ഇത്തരം നേതാക്കൾക്ക് കോൺഗ്രസിനെ അതിന്റെ ക്ഷീണാവസ്ഥയിൽ സഹായിക്കാൻ കഴിവില്ല. കോൺഗ്രസിന് ആരോ ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളുടെ പങ്ക് ഭുജിച്ച് കഴിഞ്ഞു കൂടുന്നവരാണവർ. അവസരം നോക്കി ചാട്ടം നടത്താൻ അവർ മടിക്കില്ല. അതും രാഷ്ട്രീയ ലോകത്തെ നിയമം. പക്ഷേ ചാടി രക്ഷപ്പെടാൻ പലരെയും പ്രേരിപ്പിക്കുന്ന വിധം കോൺഗ്രസിനെ മുങ്ങുന്ന കപ്പലാക്കിയവരുടെ കുറ്റം ഒട്ടും ചെറുതല്ല. പാർട്ടിയെ സജീവമാക്കുക എന്ന് വെച്ചാൽ തലമുതിർന്ന ആരെയൊക്കെയോ മുറിപ്പെടുത്തുക എന്ന് മാത്രമാണ് അർത്ഥമെന്നും കരുതുന്നവർക്കും പാർട്ടിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. രാജീവ് ഗാന്ധിയുടെ വിധവയെ കുടുംബവാഴ്ചയുടെ മോഹത്തിൽ കുടുക്കിയും അവരെ മുൻനിർത്തി സ്വാർത്ഥ ലക്ഷ്യങ്ങൾ സാധിച്ചും സ്വന്തം കണക്കുകൾ തീർത്തും പോന്നവരാണ് കോൺഗ്രസിനെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത്. അവരിൽ പലരും തത്വനിഷ്ഠയില്ലാതെ പലവട്ടം കാലും കൂറുമാറുന്നതും തിരിച്ചെത്തുന്നതും കണ്ടവരാണ് ജനങ്ങൾ. ഈ ഇനം നേതാക്കൾ തിരിച്ചെത്തിയാലും അവരെ ആരാണ് മാനിക്കുക? അവരെ കൊണ്ട് പാർട്ടി എങ്ങനെയാണ് ആദരവും അംഗീകാരവും നേടുക? കോൺഗ്രസിനെ തളർത്തിയതിൽ അത്തരക്കാർക്കുള്ള പങ്ക് ചെറുതൊന്നുമല്ല. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.